ഒരു മറവി. എവിടെ മാഷേ? മാഷേ, ഇതാ കാപ്പി. ആ, ദോശ മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. തണുക്കുന്നതിന് മുമ്പ് എടുത്ത് കഴിച്ചോളൂ. പിന്നെ കാപ്പി വേണമെന്ന് വെച്ചാ ഫ്ലാസ്കിലുണ്ട്. ആ, അലക്കാനുള്ള തുണികളെല്ലാം അടുക്കള വരാന്തയിൽ ഇട്ടിട്ടുണ്ട്. നാണിയമ്മയോട് അലക്ക് കഴിഞ്ഞ് മുറിയൊക്കെ ഒന്ന് തൂത്തിട്ടേ പോകാവൂന്ന് പറയണം. പിന്നെ വേറെന്തോ കൂടി പറയാൻ വന്നതാ, മറന്നു. ചോറും കറികളും കാലാക്കി അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അതും ഇതും വായിച്ചിരുന്ന് നേരം കളയാണ്ട് മാഷ് സമയത്ത് ആഹാരം കഴിക്കണം. ഊണ് കഴിഞ്ഞാൽ ഗുളിക മറക്കണ്ട. കടുമാങ്ങ അച്ചാറിന്റെ ഭരണി അലമാരിയിലുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. വർത്തമാനം പറഞ്ഞോണ്ട് നിന്നാലേ സമയം പോണതറിയില്ല. ഇപ്പൊ പുറപ്പെട്ടാലേ ബെല്ലടിക്കും മുമ്പ് സ്കൂളിലെത്തും. ടീച്ചറേ, ഇന്ന് എത്ര തീയതി എന്ന് മറന്നോ? ഓഗസ്റ്റ് 12 ഇന്ന്. വെച്ചാൽ ടീച്ചർ റിട്ടയർ ചെയ്യണ ദിവസം. ഇന്നത്തെ ദിവസം 9:30 ബെല്ലടിക്കണതിന് മുമ്പേ ഹാജരൊപ്പിടണമെന്ന് ഒരു നിർബന്ധവുമില്ല. 3:30 മുമ്പ് എപ്പോഴെങ്കിലും ഒന്ന് ചെല്ലുക, ഒരു ഒപ്പിടുക, അത്രേ വേണ്ടൂ. സെന്റ് ഓഫ് മീറ്റിംഗും ഫോട്ടോ എടുപ്പും ഒക്കെ 4 മണിക്ക് ശേഷമേ ഉള്ളൂ. മറന്നതല്ല, ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മറന്നു എന്ന് ഭാവിച്ചതാ. ഇല്ലേ ടീച്ചറെ? 5 കൊല്ലം മുമ്പ് ഇതുപോലൊരു ദിവസം ഞാനും കടന്നതല്ല ഈ കടമ്പ. ഇത്രയൊക്കെ പോരെ ടീച്ചറെ? സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടുത്തെ അധ്യാപകരുടെ പേരിൽ, വിദ്യാർത്ഥികളുടെ പേരിൽ, രക്ഷകർത്താക്കളുടെ പേരിൽ, എന്റെ വ്യക്തിപരമായ പേരിൽ, ഈ നാട്ടുകാരുടെ മുഴുവൻ പേരിൽ സമാരാധിയായ ഈ ശ്രേഷ്ഠ അധ്യാപികയ്ക്ക് ഞാൻ നിറമിഴികളോട് തൊഴുകൈകളോടെ യാത്രാമംഗളം ചൊല്ലുന്നു. അവർക്ക് ആയുരാരോഗ്യങ്ങൾ നൽകാനായി ജഗന്യന്താവായ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്നേഹവായ്പിന്റെയും കൃതജ്ഞതയുടെയും ഒരു എളിയ സൂചകമായ ഈ ഉപഹാരം നമുക്ക് വേണ്ടി സരസ്വതി ടീച്ചർക്ക് സമർപ്പിക്കുവാൻ ഞാൻ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ശ്രീ അവ്യാതരകൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കാര്യപരിപാടിയിലെ അടുത്ത ഇനം സരസ്വതി ടീച്ചറുടെ മറുപടി പ്രസംഗം. ബഹുമാനപ്പെട്ട DEO, ഹെഡ് മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർ ശ്രീ പരമേശ്വരൻ നായർ അവർ, എന്റെ സഹപ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സുദീർഘവും സ്തുത്യർഹവുമായ സേവനം
ഒന്ന് 35 കൊല്ലം, ഒന്ന് 30 കൊല്ലം. രണ്ടും ഓരോ ആണിമേ തൂങ്ങി. ഇനി ശിഷ്ടകാലം പഴയ ഓർമ്മകൾ വയവിറക്കി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇരുന്ന് കഴിച്ചു കൂട്ടുക തന്നെ. മാഷേ, വെള്ളത്തിന് ചൂട് മതിയോ? ലേശം കൂടെ ആയിക്കോട്ടെ. പുക ഇത്തിരി കുറച്ചാ വേണ്ടില്ല. എന്റെ പെൻഷൻ ബുക്കൊക്കെ വരാൻ ഇനി ഒരുപാട് താമസിക്കും. ഇല്ല മാഷേ? മറ്റാട്ടെ ശങ്കരൻകുട്ടിക്ക് ഇപ്പോ ആ ആഫീസിലാ ജോലി. ഞാൻ അവൻ എഴുതാ. എന്നാലും ഒരു 2 മാസത്തെ താമസം ഉണ്ടാവും. ഓഹോ. രണ്ടാൾക്കും പെൻഷൻ ഒരു ദിവസം ആണെന്ന് വെച്ചാൽ പോക്കും വരെ ഒരുമിച്ചാക്കായിരുന്നു. ഏതായാലും ഇത്തവണ ട്രഷറി പോകുമ്പോ ആഫീസറോടൊന്ന് സംസാരിച്ച് നോക്കാം. റാണിയമ്മേ, റാണിയമ്മേ, ഓ, അടുപ്പത്ത് ഗോതമ്പ് കഞ്ഞിയാ, തിളച്ചു പോകാണ്ട് നോക്കണേ. ഇല്ല, അവനേ ഉള്ളൂ. ആ. അയ്യോ, എന്താ മാഷേ? എന്തു പറ്റി? ഒരബദ്ധം പറ്റി. എന്താ? പച്ചവെള്ളം പകരാണ്ട് ചെമ്പിന്ന് നേരെ കോരി മേലെ കുഴിച്ചു, പൊള്ളിപ്പോയി. അയ്യോ, വല്ലവരും ചെയ്യണ പണിയാണോ ഇത്? അല്ല, അതല്ലേ പറഞ്ഞ അബദ്ധായിന്ന്. വയസ്സായി എന്ന് പറയുകയും ചെയ്യും. കുട്ടികളുടെ പ്രകൃതമാണ് താനും. വയസ്സാകും തോറും കുട്ടികളുടെ പ്രകൃതം ആവുന്നല്ലേ ടീച്ചറെ പ്രമാണം? ഉവ്വ ഉവ്വ. എന്താ മാഷേ? മേല് തെച്ചപ്പോ കണ്ണില് പോയി സോപ്പ്. പത്ത നീറ്റല്ലേ. മഗ് എവിടാണാവോ? ഇതിലിപ്പോ എന്താ എത്ര ചിരിക്കാനുള്ളത്? അല്ല, ടീച്ചർക്കിന്ന് പ്രത്യേകിച്ച് വഴിപാടൊന്നും ഇല്ലാലോ. വേഗം തൊഴുതു വന്നൂടെ? ഏതായാലും ദിവസം അമ്പലത്തിന്റെ മുന്നിൽ വരെ മാഷ് എന്റെ കൂടെ വരുന്നുണ്ട്. എന്നാ പിന്നെ തൊഴുകൂടെ ചെയ്താലെന്താ? വല്ല കുറച്ചിലും ഉണ്ടോ? ഒരു കുറച്ചിലും ഇല്ല. ദേവരോട് പ്രത്യേകിച്ച് ബോധിപ്പിക്കാനായിട്ടോ ആവശ്യപ്പെടാനായിട്ടോ ഒരു കാര്യം എനിക്കില്ലാന്ന് ടീച്ചർക്ക് അറിയാലോ. അവിടെയാണെന്ന് വെച്ചാൽ സർവ്വനേരവും പരാതിക്കാരുടെ ബഹള. ഇനി ഞാൻ കൂടെ കൂട്ടിയിട്ട് എന്തിനാ അങ്ങനെ സൂര്യം കെടുത്തണേ? ഞാൻ ആ ആൾത്തറിൽ എങ്ങാനും ചെന്ന് വല്ല സൊറയും പറഞ്ഞിരുന്നോളാം. സൊറ പറഞ്ഞിരിക്കുന്നൊക്കെ കൊള്ളാം. ഞാൻ തൊഴുതു മടങ്ങുമ്പോഴേക്കും ഒന്ന് പറഞ്ഞു തീർത്തേക്കണേ. വെറുതെ അവിടെ വന്ന് ആ പരമേശ്വരൻ നേരെ വളിച്ച തമാശ കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ കേട്ടോ.